പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 14-ാം തിരുവചനം. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അസ്ഥികളുടെ താഴ്വരയിലെ വരണ്ട ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ആത്മാവിനെ നിവേശിപ്പിക്കുന്ന കർത്താവ് അവയിൽ തൻ്റെ ജീവശ്വാസമയച്ച് ജീവനുള്ളവരുടെ സൈന്യമാക്കി തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്തിൽ കണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ സ്വീകരിച്ച വ്യക്തികൾ എവിടെയാണ് വസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഒരു മാലിന്യ കൂമ്പാരമായ ആ അസ്ഥിത്താഴ്വരയിൽ കിടക്കേണ്ടവരല്ല നിങ്ങളെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. നിനക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടായിരിക്കെ ഈ താഴ്വരയിൽ അല്ല നീ വസിക്കേണ്ടത് എന്ന് അവിടുന്ന് അവരെ ഓർമ്മിപ്പിച്ചു. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മളെയും അല്പം ഒന്ന് അസ്വസ്ഥപ്പെടുത്തട്ടെ. കർത്താവ് നമുക്ക് വസിക്കുവാനായി സജ്ജമാക്കിയിരിക്കുന്ന ഇടത്ത് തന്നെയാണോ നമ്മൾ ഇന്നായിരിക്കുന്നത്? അതോ മാലിന്യങ്ങളുടെ താഴ്വരയിലാണോ നമ്മുടെ വാസം? മാലിന്യങ്ങൾ പല രൂപത്തിലാണ്. വെറുപ്പിൻ്റെയും ജഡിക വാസനകളുടെയും ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകളുടെയും മാലിന്യ കൂമ്പാരങ്ങളിലാണോ നമ്മളുടെ വാസം എന്നുകൂടി പരിശോധിക്കാം. ഈശോ സ്നേഹപൂർവ്വം നമ്മളോടും പറയും, നിങ്ങൾ ഇവിടെ വസിക്കേണ്ടവരല്ല. നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തായിരിക്കണം നീ വസിക്കേണ്ടത്. കർത്താവ് ഒരുക്കുന്ന ഇടം അത് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. അവിടെ സ്നേഹവും ക്ഷമയും നിറഞ്ഞു നിൽക്കും. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവനുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടണം എന്നതാണ് ഈശോയുടെ ഇഷ്ടം. ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും പ്രേരിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.